ഹായ് ഫ്രണ്ട്സ്, ഇത് കടലിനും കായലിനും നടുവിലായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലേക്ക് ജലമാർഗം അമ്മയുടെ അരികിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ജങ്കാറാണിത്. ഇത് ക്ഷേത്രത്തിൽ നിന്നും ഭക്തർക്കായി ഫ്രീ സർവീസ് നടത്തുന്ന ജങ്കാറാണ്. ഇതിൽ കയറി വേണം നമുക്ക് അമ്മയുടെ അരികിലേക്ക് ചെല്ലേണ്ടത്. പിന്നെ ചെറു വള്ളങ്ങളും അവിടെ യാത്ര നടത്തുന്നുണ്ട്. അത് ഓരോ സ്വകാര്യ വ്യക്തികൾ നടത്തുന്നതാണ്. അതിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാശ് കൊടുക്കേണ്ടതുണ്ട്. അത് അവരോട് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് പറയുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് തന്നാൽ മതി എന്നാണ് അവർ അതിന് മറുപടിയായി പറയുന്നത്. അപ്പോൾ ഈ കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രം കടലും കായലിനും നടുവിലായി ഇങ്ങനെ ചുറ്റപ്പെട്ട ഈ ഒരു ക്ഷേത്രമാണ്. മണികെട്ട് അമ്പലം എന്ന രീതിയിൽ വളരെയേറെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിൽ ശ്രീ ഭദ്രകാളി ദേവിയാണ് കുടികൊള്ളുന്നത്. ഭക്തരുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു വരദായിനിയായ ശ്രീ ഭദ്രകാളി ദേവിയാണ് അവിടെ ഉള്ളത്. ഭക്തരുടെ ന്യായമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അമ്പലത്തിൽ നിന്നും ഒരു മണി പൂജിച്ച് അമ്പലത്തിൻ്റെ പുറത്തുള്ള ഒരു ആൽമരത്തിൽ ഭക്തിപൂർവ്വം വലം വെച്ച് ബന്ധിക്കുന്നതോടെ ഭക്തരുടെ ന്യായമായ ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ വളരെയേറെ പ്രശസ്തമാണ് ഈ അമ്പലം. അങ്ങനെ അവിടെ ഉത്സവം ആയിരുന്നു. 16-ാം തീയതി മുതൽ 27-ാം തീയതി വരെ അവിടെയുള്ള ഉത്സവ സമയമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഉത്സവ സമയത്ത് എനിക്ക് അവിടെ ഒന്ന് പോകണം എന്നുള്ളത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അങ്ങനെ അത് ഈ വർഷം സാധിച്ചു. എനിക്ക് കഴിഞ്ഞ ദിവസം അമ്മയുടെ നടയിൽ ചെല്ലാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഞാൻ എടുത്ത ഒരു ചെറു വീഡിയോ ആണ് ഇത്. ഈ ഭദ്രകാളി ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ അമ്മയുടെ അനുഗ്രഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ അനുഗ്രഹം ഞാനും ഏറ്റുവാങ്ങിയ ഒരു അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഈ കേട്ടറിവ് മാത്രം ഉള്ളതാണ് ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു തരും, അവിടെ പോയി മണി കെട്ടിക്കഴിഞ്ഞാൽ ആഗ്രഹം സാധിച്ചു തരും എന്ന് ഉള്ളത് കാരണം ഞാനും അവിടെ പോയിട്ടുണ്ട്. 3 മണി കെട്ടുന്നതിനോട് ആ സമയം തന്നെ എൻ്റെ ഒരു ന്യായമായ ഒരു ആഗ്രഹം അമ്മ സാധിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തമായ ഈ ക്ഷേത്രമുറ്റത്ത് അപ്പോൾ പ്രഭാഷണങ്ങളും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളിലൂടെ ഞാൻ ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു. ഉടൻ തന്നെ പ്രഭാഷണം ആരംഭിക്കുന്നു. പ്രഭാഷകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകൻ രാജമലനട നേർച്ചയായി നടക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന അവസരത്തില് അവിടെ ഒരു ആംബുലൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോന്ന്? നിങ്ങൾക്ക് ഗതി മുകളിലോട്ടായിരിക്കണം. നിറഞ്ഞ കണ്ണുകളോടുകൂടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങളെ ആ വണ്ടിക്കകത്തേക്ക് കയറ്റി വിടുന്ന അവസരത്തിലുണ്ടല്ലോ, ആ അച്ഛന്റെ കണ്ണിലേക്ക് അവർ തീരുമാനിച്ചു. ബുദ്ധന്റെ ശാസ്ത്രീയ അഹങ്കാരത്തെ ശമിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഇത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും വേണ്ടില്ല. ഇതിന് പോലും പറഞ്ഞ വലിയൊരു കഥയുണ്ട്. ആ 3-ാം നൂറ്റാണ്ടിലോ മറ്റോ കേരളക്കര